എന്താണ് എന്റെ പ്രിയതമ ഈ കാനനത്തിൽ തിരയുന്നത്? അത് മറ്റൊന്നുമല്ല ദേവ, എന്റെ മനസ്സിനെ തൊട്ടുണർത്തിയ സുന്ദരിയായ ഒരു വാലാട്ടിപ്പക്ഷി. അതിനെ പിന്തുടർന്ന് വന്നതാണ് ഞാൻ. ഈ രാജ്യം പോലും മയങ്ങിപ്പോകുന്ന സൗന്ദര്യത്തിനുടമയായ കുമാരിയുടെ മനസ്സിലാക്കാൻ പോകുന്ന ഒരു വാലാട്ടിപ്പക്ഷി. അങ്ങനെയെങ്കിൽ നാം ഒന്ന് കാണട്ടെ ആ പക്ഷിയെ. എവിടെയാ വാലാട്ടിപ്പക്ഷി? അതാ അവിടെ ആ മരക്കൊമ്പിൽ. എവിടെ? അയ്യോ, ആ കിളി പറന്നു. കണ്ട് കൊതി തീർന്നില്ലായിരുന്നു എനിക്ക്. കുമാരി വിഷമിക്കാതിരിക്കൂ. ക്ഷണനേരം കൊണ്ട് ആ വാലാട്ടിപ്പക്ഷിയെ നാം എന്റെ കുമാരിക്ക് സമ്മാനിക്കും. എന്താ, സന്തോഷമായില്ലേ എന്റെ കുമാരിക്ക്? ആരാണ് നമ്മുടെ തപസ്സിന് ഭംഗം വരുത്തിയത്? ക്ഷമിക്കണം മുനിശ്രേഷ്ഠ, ഒരിക്കലും അങ്ങയുടെ തപസ്സിന് ഭംഗം വരുത്തണമെന്ന് കരുതി ചെയ്തതല്ല. കുമാരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് മാത്രമേ കരുതിയുള്ളൂ. ശരിയാണ് മഹർഷേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല. മാപ്പാക്കണം. നിർത്തൂ. നാം ജപിച്ചുകൊണ്ടിരുന്ന ദൃഷ്ടാന്ത മന്ത്രങ്ങളുടെ ശക്തി നിങ്ങൾക്കറിയില്ല. ഈ മന്ത്രം ജപിച്ച് പൂർത്തീകരിക്കും വരെ യാതൊരു വിഘ്നങ്ങളും സംഭവിക്കാൻ പാടുള്ളതല്ല. എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു. ദൃഷ്ടാന്ത മന്ത്രം പൂർത്തീകരിക്കാനാവാതെ പാതി വഴിയിൽ വെച്ച് നിർത്തിയതിന്റെ ശാപം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അതിവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ ഇവിടം സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, തമ്മിൽ കലഹിക്കുന്ന ഒരിടമായി മാറും. ഇനി സ്വസ്ഥമായി ഇവിടെ തപസ്സനുഷ്ഠിക്കുവാൻ നമുക്ക് സാധ്യമല്ല. സ്വസ്ഥതയുള്ള മറ്റൊരു സ്ഥലം തേടി നാം യാത്രയായി.